നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്ന് മാമ്പഴം കൊണ്ട് ഒരു വൈൻ തയ്യാറാക്കാം. ഇപ്പം നമുക്ക് നല്ലോണം മാമ്പഴമൊക്കെ കിട്ടണ സമയമാണ്. അപ്പോൾ കിട്ടുമ്പോൾ മൂവാണ്ടമാങ്ങ നമ്മുടെ വീട്ടിലുള്ളത് അത് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവുമ്പോൾ അത് ഒരുമിച്ച് അങ്ങോട്ട് പഴുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വൈൻ കെട്ടി സൂക്ഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മൂവാണ്ടമാങ്ങ പഴുത്തത് എടുത്തിട്ട് വൈൻ കെട്ടണ രീതിയാണ് പറയുന്നത്. നമുക്ക് വെറും 3 ദിവസം മതി ഈ മാമ്പഴ വൈൻ തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ള വൈനാണ്. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ മാമ്പഴമാണ്, മൂവാണ്ടമാങ്ങ എന്നാണ് പറയുക നമ്മുടെ അവിടെയൊക്കെ. നല്ലോണം ഉണ്ടാവും ചെയ്യും. കണ്ടില്ലേ, നല്ലോണം പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തുള്ളത്. നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ, കത്തി ആവശ്യമില്ല. ഇതുപോലെ വൃത്തിയാക്കിയിട്ട് വേണം വൈനിൽ കെട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്ത് നല്ലോണം പഴുത്താലായിട്ട് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുള്ളൂ. പഴുപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടില്ല. നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചെത്തിയെടുക്കണത്. ഇപ്പോൾ വൈനിന് എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത മാങ്ങയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കാം. എല്ലാ മാങ്ങയും ഞാൻ ഇതുപോലെ തൊലി ഇങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം പഴുത്ത മാങ്ങകളാണ്. അപ്പോൾ ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. 1 കിലോൻ്റെ മേലെ നിൽക്കുള്ള മാങ്ങ. ഞാൻ കറക്റ്റ് തൂക്കം നോക്കിയിട്ടില്ല, എന്നാലും 1 കിലോൻ്റെ മേലെയായിട്ട് നിൽക്കും. വൈൻ കെട്ടാൻ വേണ്ടി നല്ലോണം പഴുത്തത് എടുക്കാൻ ശ്രദ്ധിക്കുക. 1 കിലോ മാങ്ങയ്ക്ക് നമ്മൾ 1 കിലോ പഞ്ചസാര എടുക്കണം. അപ്പോഴാണ് മധുരം നല്ല പാകത്തിന് കിട്ടുള്ളൂ. മധുരം കുറവ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കുറയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 1 കിലോ മാങ്ങയ്ക്ക് ഇതുപോലത്തെ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോഴേ 1 കിലോനാവുള്ളൂ. പിന്നെ മസാലക്കൂട്ട് എടുത്തുള്ളത് കറുവാപ്പട്ട, 4-5 ഏലക്കായ, ഗ്രാമ്പു 4-5 എണ്ണം. അപ്പോൾ ഈ 3 ദിവസം കൊണ്ടാണ് നമ്മൾ മാമ്പഴത്തും വൈൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം മാങ്ങ ഒന്ന് വേവിച്ചിട്ട് വേണം എടുക്കണത്. അപ്പോഴാണ് മാമ്പഴ വൈൻ പെട്ടെന്ന് തയ്യാറാവുക. നമ്മൾ 21 ദിവസമൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഈസി ആയിട്ട് നമ്മുടെ മാമ്പഴം വൈൻ തയ്യാറാവും. വീട്ടിലൊക്കെ അധികം മാങ്ങ ഒരുമിച്ച് പഴുക്കുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. പഞ്ചസാര 1 കിലോ മാങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാര ചേർക്കണം. നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, വെള്ളം, ഞാൻ ഈ മാങ്ങകളൊക്കെ നെകയൊക്കെ കണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് 2 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ കുക്കർ ഇത്ര പാകമുള്ള, അപ്പോൾ ഞാൻ ഇത്രയാണ് ഒഴിച്ചുള്ളത്. എന്നിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു 3 വിസിലടിക്കണം കുക്കറിൻ്റെ. അപ്പോഴത് ഈ മാങ്ങ കറക്റ്റ് വേവുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈസ്റ്റൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഒരു 3 വിസിലടിക്കാം നമുക്ക്. അപ്പം നമ്മൾ 3 ദിവസം മുന്നേ നമ്മൾ 3-4 വിസിലടിച്ച് വെച്ച മാമ്പഴം അത് നമുക്ക് തുറക്കാം. അന്ന് ഞാൻ തുറന്ന് നോക്കി എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഈസ്റ്റിൻ്റെ വർക്കിംഗ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ദിവസം കഴിയുമ്പോൾ ഊറ്റാൻ പോണ്. മാങ്ങയിലത്തെ എല്ലാ സത്തും ഇതിലേക്ക് വന്നിട്ടുണ്ട്. കണ്ട, നമ്മുടെ വൈകുന്നത് കണ്ടില്ലേ, ഇതുപോലെ കിടക്കുന്നുണ്ട്. കണ്ട, ഇങ്ങനെ ഇരിക്കും. നല്ല മഞ്ഞ കളറിൽ ഇങ്ങനെ ഇരിക്കും. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ചിട്ടെടുക്കാം. അപ്പം നല്ല ഉണങ്ങിയ പാത്രമാവണം. വൈൻ കിട്ടുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. തവി ഉണങ്ങിയതായിരിക്കണം. അതുപോലെ എല്ലാ സാധനങ്ങളും നല്ല വെള്ളമില്ലാത്ത, നല്ല ഈർപ്പൊന്നും ഇല്ലാണ്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ പാത്രങ്ങളല്ലാതായിരിക്കണം. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രം എടുത്തിട്ട് ആദ്യം തന്നെ ഈ മാങ്ങകളൊക്കെ മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചിട്ടെടുക്കാം. മാങ്ങകളൊക്കെ ഇത് കയ്യിലുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. കണ്ട, ഇതിലത്തെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വൈനിക്ക്. നല്ല പഴുത്ത മൂവാണ്ടം മാങ്ങ കൊണ്ടാണ് ഇത് കിട്ടിയുള്ളത്. അപ്പം നമുക്ക് അധികം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഏലക്കായൊക്കെ കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ എല്ലാം അതിൻ്റെ മണം ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം അധികം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം. ഇതിപ്പോൾ അവസാനത്തെ മാങ്ങ നമ്മളിങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വൈൻ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇനി നമുക്കൊരു അരിപ്പെടുത്ത് നല്ലോണം ഉണങ്ങിയ പോണിയിലേക്ക് അരിച്ചൊഴിക്കാം. ഉണങ്ങിയ ഒരു പോണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരിപ്പ് വെച്ച് ഇതുപോലെ അരിക്കാം. അപ്പം നമുക്ക് ആകെ 3 ദിവസം കൊണ്ട് ഇങ്ങനെ വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം.
21 ദിവസം അങ്ങനെ കെട്ടി വെച്ചിരിക്കൊന്നും വേണ്ട. 3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ നല്ല മാങ്ങയുടെ വൈൻ തയ്യാറാക്കാം. അതുപോലെ മുന്തിരിയുടെ വൈനും ഞാൻ 3 ദിവസം കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് വേവിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതാണ് നമ്മുടെ മാങ്ങ വൈൻ. ഇതിപ്പോൾ കുറച്ച് കലങ്ങിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ദിവസം ഊറാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല തെളി പോലെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ നല്ലൊരു ചില്ലുകുപ്പിന് എടുത്തുള്ള അത് നല്ലോണം ഉണക്കി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ വൈനൊക്കെ കെട്ടുമ്പോൾ ചില്ലുകുപ്പി വേണം ഉപയോഗിക്കാനായിട്ട്. പ്ലാസ്റ്റിക് കുപ്പികളിലൊന്നും നമ്മൾ വൈൻ ഒഴിച്ച് വയ്ക്കരുത്. അപ്പം മാങ്ങയുടെ മഞ്ഞ നിറം ഒക്കെ അപ്പം മഞ്ഞ വൈനായിട്ട് കിട്ടും നമുക്ക്. ഒരു കളറും ചേർക്കാണ്ട് തന്നെയാണ് ഈ കളറ്. ഇപ്പം നമ്മുടെ വൈൻ തയ്യാറായിട്ട് ഇത് 2 ദിവസം 3 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും. ഇരിക്കും തോറും നല്ല മട്ടൊക്കെ ഊറിയിട്ട് നല്ല ക്ലിയർ ആവും വൈൻ. നല്ലോണം മുറുക്കി അടയ്ക്കേണ്ട, ജസ്റ്റ് ഒരു പിരി ലൂസാക്കിയിട്ട് ഇരുന്നോട്ടെ. എന്തായാലും ഒരു ഈസ്റ്റിൻ്റെ ഒരു വർക്കിംഗ് ആക്ഷൻ ഉണ്ടാവും. ഇപ്പം നമ്മുടെ മാങ്ങയുടെ വൈനാണിത്. ഞാൻ വീട്ടിലുള്ള മൂവാണ്ടൻ മാങ്ങ നല്ലോണം പഴുത്തപ്പോൾ 3 ദിവസം കൊണ്ട് കെട്ടിയ വൈനാണിത്. വീട്ടിലത്തെ മാങ്ങയായ കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം നല്ല യെല്ലോ കളറാവും, ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് കെട്ടിയ കാരണം ഈ കളർ കിട്ടുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.